ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യമില്ലാതെ മത്സരിക്കാൻ ബി.എസ്.പി തീരുമാനം. പാർട്ടി അധ്യക്ഷ മായാവതിയാണ് നിലപാട് വ്യക്തമാക്കിയത്. കോൺഗ്രസും എസ്.പിയും വ്യവസായികളുടെ പാർട്ടിയെന്ന് മായാവതി പരിഹസിച്ചു. വിവരങ്ങളുമായി ഡി ധനസുമോദ് ചേരുകയാണ്. ധനസുമോദ്, ബി.എസ്.പി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് മാത്രമല്ല, ഒരു പരിഹാസം കോൺഗ്രസിനും എസ്.പിക്കും പരിഹാസം തൊടുത്തുവിട്ടിട്ട് കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഇപ്പോൾ യു.പിയിൽ വിളിച്ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇന്ത്യ സഖ്യത്തിൽ ഇല്ല എന്നുള്ള നിലപാട് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം നേരത്തെ കോൺഗ്രസും ബി.എസ്.പിയും തമ്മിൽ ഒരുമിച്ച് ചേരുന്നു, അവർ പലയിടത്തും ചർച്ച നടത്തുന്നു എന്ന തരത്തിലുള്ള ഒരു ഊഹാപോഹങ്ങൾ പ്രചരിച്ചിരുന്നു. മാത്രമല്ല, ബി.എസ്.പി മുന്നണിയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യ സഖ്യം തങ്ങൾ വിടുമെന്നും തങ്ങൾ ഉപേക്ഷിക്കുമെന്നാണ് സമാജ്വാദി പാർട്ടി കഴിഞ്ഞ മീറ്റിംഗിൽ ദേശീയ അധ്യക്ഷനായിട്ടുള്ള അഖിലേഷ് യാദവ് അറിയിച്ചിരുന്നത്. ഈ തരത്തിലുള്ള എല്ലാവിധ ഊഹങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഒരു നാണയത്തിന് തന്നെ രണ്ട് മുഖങ്ങളാണ്. ഇവർ നിലകൊള്ളുന്നത് ബിസിനസ്സുകാർക്ക് വേണ്ടി മാത്രമാണ് ഇവർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മാത്രമല്ല, ബി.ജെ.പിയെ എതിർക്കാനുള്ള ശക്തിയുള്ള ഒരു പാർട്ടി ബി.എസ്.പി മാത്രമാണ്. അതുകൊണ്ട് പാവങ്ങൾക്ക് വേണ്ടിയാണ് ബി.എസ്.പി പ്രവർത്തിച്ചിരിക്കുന്നത്. ഭരണഘടന ഉയർത്തിപ്പിടിച്ച, ബാബാ സാഹേബ് അംബേദ്കർ ഉയർത്തിപ്പിടിച്ച ആ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുന്ന, പാവങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഏക പാർട്ടി രാജ്യത്ത് ബി.എസ്.പി ആണ്. അതുകൊണ്ട് തന്നെ ബി.എസ്.പി ഈ മൂന്ന് പാർട്ടികൾക്കെതിരെയും ബി.ജെ.പി, കോൺഗ്രസ്, സമാജ്വാദി പാർട്ടിക്കെതിരെ പ്രവർത്തിക്കാനും ഉടൻ തന്നെ ഈ തരത്തിലുള്ള പ്രചരണം ആരംഭിക്കാനും തീരുമാനിച്ചിരിക്കുന്നത്. ഒറ്റയ്ക്ക് ബി.എസ്.പി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നാണ് ഇപ്പോൾ മായാവതി അറിയിച്ചിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യമില്ലാതെ മത്സരിക്കാനാണ് ബി.എസ്.പി തീരുമാനം. ഡൽഹിയിൽ നിന്ന് ഡി ധനസുമോദ് വിവരങ്ങൾ നൽകുകയായിരുന്നു.